ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് ആയിട്ടാണ്. ഈ ബിസ്ക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, രണ്ട് പ്രത്യേകതയുണ്ട്. ഈ ബിസ്ക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. നല്ല സൂപ്പർ, നമ്മൾ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബിസ്ക്കറ്റാണ്. ഇത് ഹെൽത്തിയാണ്. ഇനി രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഡ്ലി തട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇഡ്ലി പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബൗൾ അവിടെ ഇരിക്കട്ടെ, അതിന് മുന്നേ നമുക്ക് ഞാനിവിടെ ഒരു 1/3 കപ്പ് അല്ലെങ്കിൽ 75 ml ഉള്ള പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിറച്ചെടുക്കുക. ഈ പഞ്ചസാര നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അപ്പം എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അളവൊക്കെ കുറച്ച് ML പറയുമെന്ന്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. 1/3 കപ്പാണ് 75 ml. അപ്പോൾ ഇത് ഞാനതൊന്ന് നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിനകത്ത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിന് പൗഡേർഡ് ഷുഗർ എന്നാണ് പറയുക. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ബൗളിനകത്തോട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം അതേ അളവ് കപ്പിൽ 1/3 കപ്പ് അല്ലെങ്കിൽ 75 ml ഉള്ള അതേ കപ്പിൽ ഞാൻ ഇത്രയും ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ, നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മുടെ ഒരു കിച്ചണിൽ വയ്ച്ച് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും. അങ്ങനത്തെ ബട്ടറാണ് ഏറ്റവും നല്ലത്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറിന് പകരം നിങ്ങൾക്ക് നമ്മുടെ സാധാ നെയ്യൊക്കെ ഉണ്ടല്ലോ, നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. മെൽറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നെയ്യും ഏകദേശം ഈ ഒരു പരുവത്തിനായിരിക്കുമല്ലോ ഇരിക്കുക. നമുക്ക് ആ ഒരു ഇതിന് തന്നെ നമുക്ക് നെയ്യെടുത്ത് ഇതുപോലെ ഒരു വിസ്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പം ഞാനെടുത്ത വിസ്കർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കുറച്ച് വലിപ്പം കൂടിപ്പോയി. കാരണം ഞാനെടുത്ത ബട്ടർ വളരെ കുറച്ച് ബട്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു വിസ്കറിന് പകരം സത്യത്തിലൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വന്നേനെ. ഇതിപ്പോൾ ഒത്തിരി ബട്ടർ ഇതിനകത്ത്, ആ ഒരു വിസ്കറിനകത്ത് കയറിയിരിക്കുവാണ്. പിന്നെ ഞാൻ എന്തായാലും ഉപയോഗിച്ച് പോയില്ലേന്ന് ഓർത്തിട്ട് ഞാനതങ്ങ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് ബീറ്റ് ആവുമൊന്നും വേണ്ട. നമുക്കൊരു 1 മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് പതുക്കെ സ്പൂണിലോട്ട് മാറും. എനിക്ക് അതാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. ഇത് കണ്ടോ, ഇതെല്ലാം അകത്തോട്ട് ഇങ്ങനെ ഇതിനകത്തോട്ടൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒരു വിധമൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റോളം ഞാൻ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റാക്കി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് മുഴുവനോടെ തന്നെ ഇടാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നവരും ഇതൊരു എന്താ പറയുക, കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വരും. ഇതിങ്ങനെ ഹാർഡായി ഇരിക്കത്തില്ല. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് കുറച്ചൊരു വെള്ളം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കട്ട പോലെയല്ലേ ഇരുന്നിരുന്നത്. ഇപ്പോൾ ഇത് കുറച്ചും കൂടി അങ്ങ് കുറച്ചൊരു നനവൊക്കെ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നിർത്താം. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ബട്ടർ ക്രീമൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക. നമ്മൾ കേക്കിൻ്റെ പുറത്തൊക്കെ തൂത്ത് കൊടുക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ബട്ടർ ക്രീമോ ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കത്തില്ലേ, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിനകത്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പിന് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പിന് പകരം നിങ്ങൾക്ക് മൈദ ചേർക്കാം. എന്നാൽ ഇച്ചിരി കൂടി ടേസ്റ്റി ആവും. ഹെൽത്തി അല്ലാന്നേ ഉള്ളൂ, ടേസ്റ്റി ആയി കിട്ടും. നമുക്കിനി ഇത് 1 കപ്പോളം ഉള്ള ഗോതമ്പിൻ്റെ പൊടി ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒരു നുള്ള്, ഞാൻ കറക്റ്റ് ഒരു നുള്ള് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കത്തില്ലേ, അതേപോലെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും. ഈ പറഞ്ഞ അളവുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒന്നും ചേർക്കണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിക്കും ചപ്പാത്തിയുടെ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇങ്ങനത്തെ സംഭവങ്ങൾ
സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. ഒരു പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു റൈസിങ് ഏജൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിപ്പോൾ ഓരോ പൊടിക്കും ഒക്കെ ഓരോ കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് മാവ് ഇങ്ങനെ നമ്മുടെ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിന് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വന്നില്ല, കുറച്ചും കൂടെ വെള്ളം വേണമായിരുന്നു അല്ലെങ്കിൽ പാല് വേണമായിരുന്നു എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് ചേർക്കാം. സാധാരണ വെള്ളം ചേർത്താൽ മതി, ചൂടുവെള്ളം അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇനി പാലിഷ്ടമുള്ളവർക്ക്, പാലാകുമ്പോൾ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ പാലിഷ്ടമുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ പാലൊക്കെ ചേർത്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മാവ് ഇവിടെ റെഡിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടാൻ പാടില്ല. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കയ്യിൽ ഇച്ചിരി പോലും ഒന്നും ഒട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. പിന്നെ ഇത് സോഫ്റ്റാണ്, കണ്ടില്ലേ, ഞാനിതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ അങ്ങ് അമർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 1 മിനിറ്റും കൂടെ നമ്മൾ ഈ നല്ലതുപോലെ നമുക്കൊന്നും കൂടെ കണ്ടതുപോലെ കുഴച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലോട്ട് ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം ബിസ്ക്കറ്റ് എന്നനുസരിച്ച് നമുക്കത് ഷേപ്പാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ഷേപ്പിന് എനിക്ക് 10 ബിസ്ക്കറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് ഇച്ചിരി കൂടെ ചെറുതാക്കാം, ഇച്ചിരി കൂടെ വലുതാക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടെ നമ്മളിതൊരു ആവിയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളിത് ഓവനിൽ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് ഇച്ചിരി കൂടെ ഒന്ന് വീർത്ത് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു സൈസൊക്കെ ഉരുട്ടി ശരിയാക്കാം. ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റിനൊക്കെ ഇതുപോലത്തെ ഷേപ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്നത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഞാൻ 2 ഷേപ്പ് കാണിക്കാം, എനിക്ക് അതാണ് വശം, ഇതും അറിയാം, അതുപോലെ വേറൊരു ഷേപ്പും ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയല്ല. ഇത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ അതിന് ചെറിയ ഇതുപോലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം, അല്ലെങ്കിൽ വേറെ പല ബിസ്ക്കറ്റും ആണെങ്കിലും. അപ്പോൾ ഞാൻ അതുപോലെ വേറൊരു റോളും കൂടെ ഞാൻ ചെയ്യുവാണ്, ഞാൻ കാണിക്കാം. ഞാനിത് വേറൊരു ഷേപ്പിലാണ്, ഷേപ്പല്ല വേറൊരു ഡിസൈനാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ വേണം എന്നൊന്നുമില്ല, നമുക്കിത് ഇങ്ങനെ തന്നെ വെക്കാം. പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ കടയിൽ നിന്ന് മേടിച്ച അതേ ഒരു ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ നമ്മൾ പപ്പടം പൊള്ളിക്കുന്ന കോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ 3 വടുക്കൾ പോലെ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബിസ്ക്കറ്റുകളൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള മാവൊക്കെ ഒരു ബിസ്ക്കറ്റ് ഷേപ്പിലൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ്സൊക്കെ നമ്മൾ നല്ലതുപോലെ റോൾ ചെയ്ത് ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് അറിയാവുന്ന കുറച്ച് ഡിസൈനുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഡിസൈനുകൾ ആക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മുടെ ഇഡ്ഡലിൻ്റെ ചെമ്പ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പാത്രം എടുക്കുക, അതിനകത്തോട്ട് ഉപ്പാണ് ഞാൻ വെതറി കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് നമ്മൾ വെതറുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് തട്ടുമ്പോൾ പാത്രം കരിഞ്ഞു പോവാതിരിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് വെതറുന്നത്. ഉപ്പിട്ട് നമ്മൾ ബേസിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പാത്രം അടി പിടിക്കുകയോ കരിയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഈ ഉപ്പ് നിങ്ങൾക്ക് തിരിച്ച് ഈ ഒരു നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കി കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഉപ്പ് ചൂടാറി കഴിയുമ്പോൾ ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം ഇതുപോലെ ബേക്ക് ചെയ്യുന്ന സമയത്ത് അതേ ഉപ്പ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഉപ്പ് നിങ്ങൾ അത് കണക്കിലാക്കണ്ട, അത് നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർക്കേണ്ട, അത് നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. ഇനി ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു പാത്രം മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാമെന്ന് പറയില്ലേ, നമ്മൾ ഓവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഇഡ്ഡലിയുടെ പാത്രം നമ്മൾ ചെയ്യുന്നത്. മൂടി വെച്ച് നമ്മളിതൊന്ന് 5 മിനിറ്റ് ചൂടാക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിങ്ങൾക്ക് എണ്ണ ചെറുതായിട്ട് തൂത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എണ്ണ തൂക്കണില്ല, നിങ്ങൾക്ക് എണ്ണയോ ബട്ടറോ ഒക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ഇതേപോലെ നമുക്കിതൊന്ന് വെച്ചിട്ട് ഈ ഒരു ഇഡ്ഡലിയുടെ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിന് വേണ്ടി നമുക്ക് ഓവനൊന്നും വേണമെന്നൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ ഒരു സമയം ഞാൻ പറയുന്നില്ല എത്ര നേരം വെക്കണം എന്നുള്ളത്. എനിക്ക് ഇവിടെ ഒരു 20-25 മിനിറ്റോളം എടുത്തു ഇതായി കിട്ടാനായിട്ട്.
ഞാനതൊരു വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്, കാരണം എനിക്ക് വേറെ ഇച്ചിരി പണിയുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടൈം എനിക്ക് ഇതിനെ നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കിയുള്ള പണികൾക്ക് പോയി. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അടുത്ത് നിൽക്കാനും ഇതിൻ്റെ അടുത്ത് എന്താ പറയുക എപ്പോഴും ശ്രദ്ധ കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലിടാം. ഞാൻ ഫുൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ബിസ്ക്കറ്റ് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു സൈഡിൽ 2 എണ്ണം ബിസ്ക്കറ്റിന് ഇച്ചിരി ഒരു എന്താ പറയുക ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ ഇതൊന്ന് എടുത്ത് ഞാൻ കാണിക്കാം. നല്ല ചൂടുണ്ട്, അതെൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാണ്, നല്ല ചൂടാണ്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പുറത്തൊക്കെ നോക്കിക്കുക, അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇഡ്ഡലി തട്ടും പാത്രങ്ങളൊക്കെ വ്യത്യസ്തമാണ്, ഗ്യാസ് ഫ്ലെയിമുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാൽ ഒരു 15 മിനിറ്റിന് ശേഷം എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കുക. അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആയി കിട്ടാനും മതി. പെട്ടെന്ന് ചിലപ്പോൾ അത് സൈഡുകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കളർ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു കരിഞ്ഞ പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ തവണ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു കണക്കുണ്ടാവും, ഒരു ഊഹക്കണക്കുണ്ടായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ, ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് എടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ ഞാൻ എൻ്റെ മുന്നത്തെ റെസിപ്പീസിലും ഞാൻ ഇതിൻ്റെ പല വേർഷനും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ബിസ്ക്കറ്റിനകത്ത് തേങ്ങ ഇടാം, അങ്ങനെ പല തേങ്ങ ചെരുകിയതിടാം, പിന്നെ പൊടിക്കാത്ത പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ബിസ്ക്കറ്റാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ മുക്കി കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് തന്നെയാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിൻ്റെ ഒരു നമ്മൾ കഴിക്കും തോറും ഇതിന് ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ വീട്ടിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ പോയി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.